നിങ്ങൾക്കറിയാമോ, അരാവലി മലനിരകളിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ എന്തെല്ലാം? എന്തുകൊണ്ട് പ്രതിപക്ഷം ഇതിനെ എതിർക്കുന്നു? ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള മലനിരകളിലൊന്നാണ് അരാവലി മലനിരകൾ. രാജസ്ഥാൻ, ഹരിയാന, ഡൽഹി എന്നിവിടങ്ങളിലെ പരിസ്ഥിതിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രകൃതിദത്ത കവചമാണിത്. ഇപ്പോൾ അരാവലി മേഖലയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചില പുതിയ പദ്ധതികൾ മുന്നോട്ട് വച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ പ്രധാന പദ്ധതി അരാവലി പ്രദേശത്തെ ഭൂഉപയോഗ നിയമങ്ങളിൽ വ്യക്തത വരുത്തുക എന്നതാണ്. ചില പ്രദേശങ്ങളിൽ അനധികൃത നിർമ്മാണവും ഖനനവും വ്യാപകമായതിനാൽ നിയമപരമായ നിയന്ത്രണം കൊണ്ടുവരാനാണ് സർക്കാർ പറയുന്നത്. സർക്കാർ വിശദീകരിക്കുന്നത് എല്ലാ അരാവലി പ്രദേശങ്ങളും നിർമ്മാണത്തിന് തുറക്കുന്നതല്ല. പരിസ്ഥിതി സംവേദന മേഖലകൾ സംരക്ഷിച്ചുകൊണ്ട് റോഡുകൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, ഗ്രാമവികസനം എന്നിവയ്ക്ക് മാത്രം അനുമതി നൽകാനാണ് പദ്ധതി. കൂടാതെ ഗ്രീൻ ബെൽറ്റ് വികസനം, ജലസംരക്ഷണ പദ്ധതികൾ, വൃക്ഷാരോപണം എന്നിവ കൂടി അരാവലി മേഖലയിലായി നടപ്പാക്കുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. വികസനവും പരിസ്ഥിതിയും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നതാണ് സർക്കാരിൻ്റെ നിലപാട്. പക്ഷേ പ്രതിപക്ഷവും പരിസ്ഥിതി പ്രവർത്തകരും ഈ പദ്ധതികളെ ശക്തമായി എതിർക്കുന്നു. നിയമങ്ങളിൽ ഇളവ് വന്നാൽ ഭാവിയിൽ വലിയ നിർമ്മാണങ്ങൾക്കും വ്യവസായ പദ്ധതികൾക്കും വഴി തുറക്കപ്പെടും എന്നതാണ് അവരുടെ ഭയം. അരാവലി ദുർബലമായാൽ ഡൽഹിയിലെ വായുമലിനീകരണം കൂടുമെന്നും മരുഭൂമീകരണം വേഗത്തിലാകുമെന്നും പ്രതിപക്ഷം മുന്നറിയിപ്പ് നൽകുന്നു. ഇപ്പോൾ അരാവലി വിഷയം വികസനം സർക്കാർ കാണുന്നത് പോലെ നിയന്ത്രിതമാണോ അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ഭീഷണിയാണോ എന്ന് ചർച്ചയായി മാറിയിരിക്കുകയാണ്. അരാവലി രക്ഷയും വികസന ആവശ്യങ്ങളും എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നതാണ് ഇനിയും ഉത്തരം തേടുന്ന പ്രധാന ചോദ്യം.